തുടക്കമേ മെറ്റയാണ്. അതൊന്നാമത്തെ കേസ് അതങ്ങനെ പോയി പറയാൻ പറ്റില്ലല്ലോ. വിഷ്ണു എടാ നീ അവരുടെ പുറകിൽ തന്നെ വിട്ടോടാ, മനസ്സിലായോ? ഇവിടെ കേറിയ എവിടാ അവിടെ എത്തി. ഞാൻ അവിടെ എത്തി. നമ്മുടെ എന്താ ഇപ്പൊ ചെയ്യാതെ ഒരു വണ്ടി മലയുടെ ഈ മലയെടുത്ത് അമ്മര് അങ്ങോട്ട് പോയി തല്ലാനാ, മനസ്സിലായി? ഇത് അങ്ങനെ സംഭവം. എടാ പറയും അമ്മര് പോകണ്ടോ? മല നമ്മുടെ വില വിട്ടോ, അത് പോട്ടെ. അങ്ങോട്ട് പോട്ടെ നമ്മുടെ വില കഴിഞ്ഞ പ്രാവശ്യം കളിച്ചാൽ നിർത്തി അടിച്ചാലോ നമ്മുടെ ലൊക്കേഷൻ 949 കൊടുക്കും. 969 കൊടുക്കും. 969 അവസാനം എടുത്തും പോകും. ഇവിടെ അപ്പുറത്തായിട്ടുണ്ട്, ഇവിടെയും അപ്പുറത്തായിട്ട്. ബാക്കിൽ സൗണ്ട് കേട്ടിയേ? അവര് വന്നാ ഞാൻ ഇവിടെ ഇറങ്ങട്ടെ. ഇങ്ങോട്ട് വരോ. വണ്ടി കയറേ വണ്ടി മാറിപ്പോയി. വണ്ടി മാറി അതേ കയറി പോയി. ഇവിടെ നിന്ന് ഇറങ്ങി അടിച്ചാലേ. ബുള്ളറ്റ് ഇതായി. എടാ നമ്മുടെ ആൾക്കാർ വേറെ ഇറങ്ങി അടിക്കണ ഇവിടെ ഞാൻ മൊബൈൽ വണ്ടി ഞാൻ വണ്ടി കയറാം. ഇവിടെ ടയർ പോയേ, ടയർ ഇവിടെ ഇറങ്ങി അടിക്കുവാണേ. എല്ലാത്തിനും ടയർ പോയിക്കോളിയാ. അതിന് ടയർ പോയി. ഇല്ല അവന്മാര് ഒരുമിച്ച് നിൽക്കുവോ? അവന്മാര് കുത്തള്ള എവിടെയെങ്കിലും കൊണ്ട് പോകുമ്പോ കുത്തള്ള അവന്മാര് 6 പേരാണ് റോട്ടിൽ, 2 പേര് മലയിലോട്ട് പോണത്തോ. 2 പേര് റൈറ്റ് പോടാ. മാർക്ക് കിട്ട്. കുത്തണല്ലേ? നമ്മുടെ ഫൈറ്റ് ആയടാ. ഇവരുള്ളമാര് ഇമ്മാരും കൂടെ നോക്കിപ്പോയെ. എന്റെ പിങ്ങ താഴെ അവനെ കൊന്നില്ലേ? പോച്ചക്കൾ അടിച്ചാലാ.
ഞാൻ കണ്ടു. ബാലയോടെ എന്നോണ്ടാണ് അല്ലെങ്കിൽ കുക്കിനെ. പോച്ചേനല്ലടാ പോച്ചേനല്ലടാ പോച്ചേനല്ല. നൈസ് നൈസ് നൈസ്. അത്ര ഉള്ളൂ അത്ര ഉള്ളു അത്ര ഉള്ളു നിന്റെ നൈസ്. കൊണയുള്ളല്ലോ മറ്റു കൊണയുള്ളല്ലോ ചാവടാ. അത്ര ഉള്ളു. നൈസ് വെച്ചു. എനിക്കെല്ലാരും കാണാറില്ല. ഇവിടെ തന്നെ അടിയുണ്ടായിരുന്നല്ലേ. നൈസ് വെച്ചു നൈസ് വെച്ചു. വായി കിട്ടിയല്ലോടാ കണ്ടി. ഏടാ കണ്ടിയോളെ. നൈസ് 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 കളി. നമുക്ക് അഡ്മിൻ ജസ്റ്റ് നോക്കിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആറ് നോക്കിട്ട്. ാണല്ലോ ലൈവ്. ആരാ ലൈവ് ആരാ? ആരാ ലൈവ് ആരാ? അഡ്മിൻ എവിടെ? ആരാ? പേരെന്താ? റോഡീസ് ലൈവാ? റോഡീസ് ലൈവ്. റോഡീസ് ലൈവോ? ഒയ്ത്തിയാണോ? ഒയ്ത്തി പക്ഷെ ആരും കണ്ടില്ല. നോക്കട്ടെ. വെയിറ്റ് ചിൽ. അക്കുലയോ? അക്കുന്റെ കത്തിയാ? സ്വാമി അക്കുന്റെ കത്തിയല്ല, കിക്കാണ്. ഇടേ എന്താടാ പറയുന്നത് നിങ്ങള്? ഗോഡീസ് ലൈവ് നടിക്കുമ്പോ ഭാഗത്ത് ബൂമിന്റെ ഇറങ്ങി അപ്പുക്കുട്ടൻ, അതുപോലെ ഡെസ്ട്രോ, മോബി, മുച്ചിരിയാണ് ഫയർ ചെയ്യുന്നത്. എന്നോ ഓജിയുടെ ഇത് നിന്ന് കഴിഞ്ഞു. EVXന്റെ വെഹിക്കിൾസ് നല്ല രീതിക്ക് ഒരു പിറ്റിംഗ്. ഓക്കെ, TV ആൻഡ് EVX ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പുകുട്ടൻ വീഡിയോമായി തെറിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, EVX ഇവിടെ പ്ലേയേഴ്സ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. TV EVX ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പരുന്ത് വാസു ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, TV ഏബൽ ജോസഫ് ഒരു പിക്ക് എടുത്ത്, EVX ഒസ്കാരി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. EVX റാഷ്ഫോർഡ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ജർമ്മൻ കണ്ണാപ്പി ഒരു പിക്ക്, EVX കാർ ഒരു പിക്ക്, പിന്നെ EVX സ്ക്രീമൺ ഒരു പിക്ക്, സിദ്ധു ഒരു പിക്ക്, കൈസോക്ക് ഒരു പിക്ക്, ഇറ്റാച്ച് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. സിദ്ധുവിന്റെ രണ്ടാമത് EVX ഇനിഷ്യലി നമ്മളെ കുറെ പിക്ക് എടുത്ത്. വില്ലു ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ആസ് ബ്രൂട്ടൽ ഒരു പിക്ക്, വില്ലു ഒരു പിക്ക്, ആസ് ബ്രൂട്ടൽ ഒരു പിക്ക്, EVX കൈസോക്ക് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ചിറക്കൽ ശ്രീയേരി ഒരു പിക്ക്, മദാർ ഒരു പിക്ക്, കൈസോക്കിന്റെ അടുത്തൊരു പിക്ക്, വ്ളാഡിമിർ സെലൻസ്കി ഒരു പിക്ക് എടുത്ത്. എന്റെ ഇവിടെ ബാല നിന്നോണ്ടാണ് ഞാൻ എക്സ്പോസ് ആയത്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് കറങ്ങി ഇങ്ങോട്ട് പോകുമ്പോ എനിക്ക് കുറച്ചുകൂടി അടിക്കാൻ പറ്റുമായിരുന്നു. ബാലൻ ഇവിടെ നിന്ന് ഓപ്പണിൽ നിന്ന് അടിച്ചിട്ട് പോച്ചക്കത്തി. അപ്പൊ മുച്ചിരി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. കാർ ഒരു പിക്ക്, ഇറ്റാച്ചിയുടെ അടുത്തൊരു പിക്ക്, ബാലൻ കെ നായർ ഒരു പിക്ക്, ചന്ദ്രൻ ഒരു പിക്ക്, നീൽ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. EVX പോഗ്ബ എടുത്തിരിക്കുന്നു ഒരു പിക്ക്, ഡെസ്ട്രോ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. അത്യാവശ്യം രണ്ട് സൈഡിൽ അത്യാവശ്യം പിക്ക് വന്നിട്ടുണ്ട്. EVX ബ്ലേസ് വൈക്ക് ഒരു പിക്ക്, മുച്ചിരി ഒരു പിക്ക്, ഇറ്റാച്ചിയുടെ മൂന്നാമത്തെ പിക്ക്, ഇറ്റാച്ചി മൂന്നാമത്തെ പിക്ക്, നീല് രണ്ടാമത്തെ പിക്ക്, EVX പോഗ്ബയുടെ അടുത്തൊരു പിക്ക്, രണ്ടാമത്തെ പിക്ക്, അസച്ചി ഒരു പിക്ക് എടുത്തിരുന്നു. ടോർക്ക് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ടോർക്കിയുടെ അടുത്തൊരു പിക്ക്, വിഷയം കളിച്ചു. അവിടെ രണ്ടാമത്തെ പിക്ക്, സീൻസ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. സീൻസ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ EVXന്റെ ഭാഗത്ത് ബൂമർ അതുപോലെ തന്നെ സിദ്ധുവിനെ കാണാൻ സാധിക്കുന്നു. മുച്ചിരി ഒരു പിക്ക്, സീൻസ് ഒരു അടുത്തൊരു പിക്ക്, സീൻസ് ഒരു അവിടെ മൂന്നാമത്തെ പിക്കാണ്. ഇറ്റാച്ചി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഇറ്റാച്ചി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ബാലൻ കൊന്നു ചന്ദ്രനെ. എന്നെ ബാലനാ ഒന്നേ, എന്നെ ബാലിന ഒന്നേ ശ്രദ്ധിച്ചില്ല. നോക്കട്ടെ,
ഞാൻ ബാലിനെ കൊന്നോ? No way. പിക്ക് എടുത്തിട്ടുണ്ട്. ദിസ് കാർ ഒരു പിക്ക്, ഇറ്റാച്ചിയുടെ അടുത്തൊരു പിക്ക്, ബാലൻ കെ നായർ ഒരു പിക്ക്. ബാലിനെ ഞാൻ കൊന്നാ? പൊന്തക്കാട്ടില് ഞാൻ ആരെ കണ്ടിട്ട് എന്റെ ഫ്രണ്ട് ആരൊക്കെ ഓടി കയറി ഞാൻ കൊന്നു. അല്ല ബാലപശിന്റെ ബാക്കിലാ നിന്നേ. ചന്ദ്രൻ ഒരു പിക്ക്, നീലൊരു ബാല EVXിൽ ഒരുത്തനെ കൊന്ന്. ഇവ എന്റെ ഫ്രണ്ട് റോൾ ഔട്ട് ചെയ്ത് കയറിയതാണാ? പോയിന്റ് പോയി. പോയിന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, സോറി കേട്ടോ. പോയിന്റ് പോയതാ, അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പോയിന്റ് ഇപ്പൊ റീഫണ്ട് ഇല്ലാത്ത സാധനമാണേ. പിക്ക് എടുത്തിരിക്കുന്നു. രണ്ട് സൈഡിൽ അത്യാവശ്യം പിക്ക് വന്നിട്ടുണ്ട്. ഒരു പിക്ക്, മിച്ചിരി ഒരു പിക്ക്, ഇറ്റാച്ചിയുടെ മൂന്നാമത്തെ പിക്ക്, നീല് രണ്ടാമത്തെ പിക്ക്, അടുത്തൊരു പിക്ക്, രണ്ടാമത്തെ പിക്ക്, അസച്ചി ഒരു പിക്ക് എടുത്തിരുന്നു, ഡോർക്കി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഡോർക്കി കളിച്ച് പിന്നെ ഇറ്റാച്ചി അവന്മാർ ബാക്ക് സ്റ്റാബ് ഒന്നൊരു നല്ല കളിച്ചേട്ടാ. ബാക്ക് സ്റ്റാബ് ഒന്ന് ആരൊക്കെ കണ്ണാപ്പി അവരൊക്കെ ഡോർക്കി ഒരു പിക്ക്, ഡോർക്കിയുടെ അടുത്തൊരു പിക്ക്, ഡോർക്കി രണ്ടാമത്തെ പിക്ക്, സീൻസ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു, ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ EVXന്റെ ഭാഗത്ത് ബൂമർ WNL അതുപോലെ തന്നെ സിദ്ധുവിനെ കാണാൻ സാധിക്കുന്നു. മുച്ചിരി ഒരു പിക്ക്, സീൻസ് ഒരു അടുത്തൊരു പിക്ക്, അവിടെ മൂന്നാമത്തെ പിക്കാണ്. ഇറ്റാച്ചി ഒരു പിക്ക് എടുത്തിരിക്കുന്നു, സിംഗിൾ ലോലൻ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഐ തിങ്ക് EVXന്റെ ഭാഗത്ത് EVX ഓൾ ഡൗൺ ആയെന്ന് തോന്നുന്നു. ഒരു കിടിലൻ ഫൈറ്റ്. അമ്പോ കംബാക്ക് അടിച്ച നമ്മള് കംബാക്ക് അടിച്ചറാ. മീറ്റിംഗ് സംസാരിക്കും. ഹലോ ബ്രോ കേക്കാം? ബ്രോ നമ്മളിപ്പോ ഒരു പ്രിവാർ അടിച്ചായിരുന്നു. അപ്പൊ നമ്മള് കുറച്ചുപേര് ഡൗൺ ആയിരുന്നു. അപ്പൊ നമ്മളത് വാറായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിരുന്നു. കുറച്ചല്ലല്ലോ ബ്രോ, എല്ലാരും ഡൗൺ ആയില്ലേ? എല്ലാരും ഡൗൺ ആയിരുന്നു. ഇനിഷ്യൽ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് പറയൂ. ഇന്നത്തെ സിറ്റുവേഷൻ, ഫസ്റ്റത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വഴിക്ക് പോവായിരുന്നു. KTD ആയിട്ട് നമ്മളിങ്ങനെ പിറ്റിങ് ആയിരുന്നു ഓൾറെഡി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറകെ നിങ്ങളുടെ വണ്ടിയിൽ അറിയാതെ തട്ടിയായിരുന്നു. അപ്പോ നിങ്ങളും തിരിച്ചു വന്ന് പിറ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് അങ്ങനോട് സംസാരം, മീൻസ് എന്തിനെ പിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു നിങ്ങളുടെ സൈഡിൽ നിന്ന് ആരോ വന്നിട്ട്. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവൻ പിന്നെ മറ്റേ വേറൊരു സിറ്റുവേഷൻ ഇവിടെ നിൽക്കാണല്ലോ എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് അവൻ എന്താ ഒന്ന് പോയടാ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പോകുന്നു അവിടെ നിന്ന്. ഫുള്ള് പറ പോയടാന്ന്. ഒന്ന് പോയടാന്ന് പറഞ്ഞു, അത്ര പറഞ്ഞിട്ടോ. എന്നിട്ട് വണ്ടി എടുത്ത് പോകുന്നു. അത്ര പറഞ്ഞോളൂ. ശരിടാ. അത് കഴിഞ്ഞിട്ട് കണ്ടീന്നോ അങ്ങനെ കുറെ വാക്കുകളൊക്കെ ഇല്ല ഒന്ന് പോയടാന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഉറപ്പാണോ? ഉറപ്പാ. ആ വണ്ടിയുള്ള എന്തായാലും അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാരാ എന്നാ ബ്രോ അവൻ അങ്ങനെയല്ല പറഞ്ഞ ബ്രോ അടുത്തവൻ കള്ളം പറഞ്ഞത്. അവൻ പോടാ കണ്ടിട്ട് അങ്ങനെയൊക്കെ എന്തോ കുറച്ച് ഇതായിട്ട് പറഞ്ഞിട്ടാ പോയത്. നിന്റെ കൂട്ടത്തിലുള്ളത് അല്ല നമ്മളെ സിറ്റുവേഷൻ സിറ്റി എന്ന് ചോദിച്ചപ്പോ അങ്ങനെയാ പറഞ്ഞത്. അത്ര പറഞ്ഞതാണ് പറഞ്ഞത്. നിന്നെ പറ്റിച്ച്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് മറ്റേ മുതുക്ക് റിപ്പയർ വന്നിട്ട് സംസാരമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റേ പറഞ്ഞിരുന്നല്ലോ മറ്റേ ജോക്കർ ബോറായിട്ട് സംസാരിച്ചിട്ട് അത് അങ്ങനെ സോൾവ് ആക്കി വിട്ട്. ആ സോൾവ് ആയ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ നിൽക്കുമായിരുന്നു റിപ്പയറിൽ. അപ്പോഴാണ് നിങ്ങളുടെ മറ്റേ കണ്ണാപ്പി വന്നിട്ട് വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് അവന്റെ എന്തൊരു ഫ്ലെക്സ് കാണിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഒരു കട്ടൗട്ട് വെച്ചിട്ടുണ്ടല്ലോ അവിടെ. അങ്ങനെയാണോ ബ്രോ? ഞാൻ കണ്ണാപ്പി ഒന്ന് വിളിക്കട്ടെ. ബ്രോ വിളിച്ചോളൂ. ഹെലികോപ്റ്റർ ഒരു ഡൗട്ട്. കണ്ണാപ്പിയുടെ ആ സിറ്റുവേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു കുറെ നേരം കഴിഞ്ഞ് ആരും ഒന്നും തമ്മിൽ സംസാരിക്കാണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇടയിൽ വന്നിട്ട് ഒരു നീലമുടുക്കാരൻ വന്നിട്ട് ഉണച്ചത് എന്തിനായിരുന്നു? അടിക്കാനല്ലേ? സത്യം പറയടാ. അടിക്കാനാണോ? ആ കൊണച്ചവന്റെ പേരെന്താ? ഒരു പോഗ്ബ എന്നാണ്. പറഞ്ഞോ. അപ്പൊ
നമ്മളവിടെ നിൽക്കുമായിരുന്നു മുതുക്ക് റിപ്പയറിൽ. അപ്പോഴാണ് കണ്ണാപ്പി വന്നിട്ട് ആ കട്ടൗട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. മാന്യമായിട്ട് ചോദിച്ചു. മാന്യമായിട്ട് ചോദിച്ചു. പറയട്ടെ പറയാണല്ലോ സിറ്റുവേഷൻ. അപ്പൊ നമ്മളൊരു 4-5 പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞു. ഞാനപ്പോ കൊള്ളാൻ ബ്രോ സൂപ്പർ എന്ന് പറഞ്ഞു. ഞാൻ ആ സൂപ്പർ എന്ന് പറഞ്ഞത് പുള്ളിക്ക് ഈ കണ്ണാപ്പി ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറഞ്ഞത് ഞാൻ എന്തോ റോങ് ആയിട്ട് സംസാരിക്കുന്നു, ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞത് എന്തോ അവനെ ആക്കി പറഞ്ഞതാണ്. ആ രീതിക്ക് എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് കൊണയായി. ഒരുപാടൊക്കെ എന്താണ് ബ്രോ അന്യ പമ്പ് കളിക്കല്ലേ ബ്രോ? ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ബ്രോയ്ക്കാണ് അത് മറ്റേ വേറെ രീതിക്ക് തോന്നിയത്. ബ്രോ പറഞ്ഞ എന്റെ ബെസ്റ്റ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ ഉള്ള രീതിയിലാണ് ബ്രോ സിറ്റുവേഷൻ ആയിട്ട് സോൾവ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ വന്നിട്ട് അങ്ങനെ നമ്മളൊന്നിനും വന്നിട്ടില്ല. ബ്രോയല്ലേ ഇങ്ങോട്ട് വെറുതെ വന്ന് വെറുതെ ഒരു ടോക്കിന് വന്നത്. നമ്മളായിട്ടൊന്നും പറയാൻ വന്നിട്ടില്ല. ഞാനും ബ്രോ കൊള്ളാം സൂപ്പർ എന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് അത് ബ്രോയുടെ പെർസ്പെക്റ്റീവ് വെക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു ഞാനിവിടെ. അത് ബ്രോയുടെ ഇതല്ലേ. നമ്മളവിടെ ആക്കൂടെ പറഞ്ഞത് ബ്രോ അത് കഴിഞ്ഞിട്ടുള്ള അങ്ങനെ സിറ്റുവേഷൻ കഴിഞ്ഞ് അത് കൊണയായിട്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിങ്ങൾ അവിടെ ആരോ ആയിട്ട് എന്താന്ന് അറിയത്തില്ല, നമ്മുടെ വീട്ടിലൊരു പോഗ്ബ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അത് വന്നിട്ട് വീണ്ടും കണ്ണാപ്പിയായിട്ട് കൊണയെന്ന് തോന്നുന്നു. കണ്ണാപ്പിയായിട്ട് കൊണയായില്ലെന്ന് പറയുന്നത് ഞങ്ങള് മാന്യമായിട്ട് വണ്ടിക്കകത്ത് ഇങ്ങോട്ട് വന്നിട്ട് പെയിന്റ് അടിച്ചു പോകുള്ളവരുണ്ടോ, അവന്റെ വായിലെന്താ പഴമാണോ ഇതാണോ എന്നൊക്കെ വന്ന് ചോദിച്ചാൽ ആരാണ് അത് നിങ്ങളുടെ കൂടെ ഇത്രയും നീ കണ്ണാപ്പി എന്നൊക്കെ ഉണ്ടാക്കിയല്ലോടാ നീ അങ്ങ് എന്താ നീ ഇതിപ്പോ എന്റെ കൂടെ ഉള്ളതെന്ന് പറയട്ടെ അതെന്നെ പറയാൻ വരിക. അപ്പൊ കണ്ണാപ്പി നമ്മളോട് ഇങ്ങനെ വെറുതെ വന്ന് കൊണച്ചാന്ന് പറഞ്ഞപ്പോ അവൻ ആ കോള് മാത്രമേ കേട്ടിട്ടുള്ളൂ. അവൻ ആ സമയത്ത് ആ സിറ്റുവേഷൻ ഉണ്ടായില്ല, സ്ഥലത്തുണ്ടായിരുന്നില്ല. എന്നിട്ട് അവൻ നേരത്തെ പുതുക്കി വന്നപ്പോ നേരെ കണ്ണാപ്പിനെ നോക്കി വന്നിട്ട് അങ്ങനെയാണ് അവൻ വന്നിട്ട് മറ്റേ കണ്ണാപ്പിനെ എന്താ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അതാണ് സംഭവം. അവൻ ഒരു സിറ്റുവേഷൻ കേൾക്കാൻ എന്റെ അടുത്ത് വന്ന് കൊണച്ചിട്ട് ഇത് മറ്റേ ഇനിഷ്യല് തോറ്റപ്പോഴേ അവൻ നാട് വിട്ട് പിന്നെ അവനെ സിറ്റി കണ്ടിട്ടില്ല. അവൻ തലേ മുണ്ടിട്ട് കോണ മുക്കി ഓടുന്ന കണ്ടായിരുന്നല്ലോ പോഗ്ബ. അങ്ങനെ ഓടിയോന്ന് അറിയത്തില്ല. അങ്ങനെ ഓടിയ അങ്ങനെ നീയൊക്കെ എല്ലാം എണ്ണം ഓടിയില്ലടാ. 25 എണ്ണം 50 കണ്ണു പോയിട്ട് ചന്തി തീട്ടം പറ്റിയിരുന്നിട്ട് നീയൊക്കെ ഈ മാസം അടിക്കുന്നതിന് എവിടെ വന്ന് എടാ നമ്മള് സിറ്റുവേഷൻ ചോദിച്ചപ്പോ സിറ്റുവേഷൻ പറഞ്ഞു അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ മാസം അടിച്ചിട്ടില്ല. നിന്റെ കൊടയായിട്ട് നമ്മളാണല്ലോ 25 കുറച്ചില്ല. നമ്മളിവിടെ മീറ്റിംഗിൽ നമ്മള് സിറ്റുവേഷൻ ചോദിച്ചു, നമ്മൾ സിറ്റുവേഷൻ പറയുന്നു അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളാരും ഇവിടെ കൊളക്കാൻ നിന്നിട്ടില്ല. ഇല്ല പറഞ്ഞു നിങ്ങൾ അവർ പ്രൗഡ് ഔട്ടിലൊക്കെ വന്ന് സംസാരിക്കുന്ന കണ്ടിട്ടേ. പിന്നെ സിറ്റുവേഷൻ ചോദിക്കുമ്പോൾ അതിന്റെ രീതിക്ക് പറയണ്ടേ ബ്രോ. നമ്മളിവിടെ കൊളക്കാനല്ലോ നിൽക്കുന്നത്. നമ്മള് സിറ്റുവേഷൻ ചോദിക്കുമ്പോൾ സിറ്റുവേഷൻ പറയാനാണല്ലോ ഇവിടെ നിൽക്കുന്നത്. അത് നമ്മൾ പറയുന്നു. ഒരു ഉളുപ്പില്ലാതെ എങ്ങനെയാണ് പറ്റുന്നത്? സിറ്റുവേഷൻ ഇതാണ്. പറഞ്ഞു അപ്പൊ നമ്മളെന്തായാലും ഒരു 12:30 ആകുമ്പത്തേനും വാറ വിളിക്കാന്ന് വെച്ചിട്ട്. 12 ഉള്ളു സമയം. അത്രയും സമയം അന്നൊരു 12:20 ആകുമ്പത്തേനും 25 മാക്സിമം അതിനകത്ത് വാറ വിളിക്കാം. 20-25 അതിന് മേളിൽ പത്തില്ല. അതിനകത്ത് വാറ വിളിച്ചോ. 25 എന്ന് പറഞ്ഞാൽ 12 ബ്രോ നമുക്കറിയാത്. നിങ്ങൾ കാരണം നിങ്ങൾ 10 മിനിറ്റ് ചോദിച്ചിട്ട് നിങ്ങൾ വീണ്ടും എക്സ്ട്രാ 15 മിനിറ്റ് എടുത്തല്ലേ. അത് മറ്റേ ക്യൂവിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. ഇല്ല ബ്രോ 12:15 ആണെങ്കിൽ ഓക്കെയാണ് ബ്രോ. 12:15 20 ആക്കാൻ പറ്റുമോ? ഇല്ല ബ്രോ 12. ശരി ബ്രോ 12. ഓക്കെ വാസ്തവണ്ട ഞാൻ കാര്യം പറയട്ടെ. വെയിറ്റ് ഫ്ലക്സിന്റെ പറഞ്ഞ ഞാൻ നിർത്തിയെന്ന് പറയട്ടെ. അവന്മാര് എന്നെ ചോദിക്കാണ് അതേത് വേണോ നമുക്ക് ഇപ്പോഴും അറിയില്ല. അവരേതാണല്ലോ ചോദിച്ചത്. നമ്മൾ എന്തിനു പറയണ്ട അതിന്റെ പുറത്തെ ഫോട്ടോ അല്ലേ എണ്ണ നമ്മളെ എന്തിനു പറയണ്ട ആലോചിച്ച് നോക്ക്. പുറത്തെ നിനക്കത്തെ ഉൾപ്പെടാ പുറത്തുള്ള നിന്റെ കണ്ടി ഫോട്ടോ ആത്ത് വെക്കാൻ നിനക്ക് കണ്ണാപ്പി. ഞാൻ വേറെ കാര്യം പറയട്ടെ. ഈ ഇവന്മാര് ഈ സിറ്റുവേഷൻ തുടങ്ങിയ തൊട്ടേ ചന്ദ്ര മറ്റേ ഇവന്മാര് ഈ ഇരുന്ന് അപരാധിച്ചോണ്ടിരുന്ന മറ്റേ വില്ലി മാക്സ് ഉണ്ടല്ലോ, അവനാണെന്ന് പറഞ്ഞാണ് ഇവന്മാരെല്ലാം ഇരുന്ന് അപരാധിച്ചോണ്ടിരുന്നത്. അവൻ 2 ദിവസമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങും കേട്ടോ. അവനിന്ന് തള്ളക്കി വിളികളുടെ നോട്ടിഫിക്കേഷൻ കേട്ടാണ് അവൻ ഇറങ്ങണത്. അവൻ കേട്ടിട്ടാണ് കേട്ടാ. അവൻ 2 ദിവസമായി RP പോലും കേറിയിട്ട് അവനാണെന്ന് പറഞ്ഞ് ഹോസ്റ്റേജ് എടുക്കാനും അവിടെ അവന്റെ പേര് മയമായിരുന്നു അവിടെ. അവനെ നാട്ടുകാരെല്ലാം പോയി എന്തൊക്കെയോ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അവനാണ് ഇപ്പൊ വന്ന്
ഈ ഇപ്പൊ വാറും പ്രിയവാറും കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇത് 2 ദിവസമായിട്ട് ആ സിറ്റിയിലില്ല, ഈ ഇതിനകത്തൊന്നും കളിച്ചിട്ടില്ല. കണ്ണാപ്പേര് മയോക്കാരനാ. ഇല്ല നീ മുമ്പേ കൊടുത്തുള്ളൂ. നീ ആ ഗറാജ് വെച്ച് എന്റെ അടുത്ത് എന്താടാ പറഞ്ഞേ? കണ്ണാപ്പി നാളത്തെ ഒരു ദിവസം ഉണ്ടെങ്കിൽ നിന്റെ ആ മുതുക്കിൽ ആ ഫോട്ടോ എടുത്ത് മാറ്റിക്കണം, മനസ്സിലായ? ആൾക്കാർക്ക് നടക്കാനുള്ളതാണ്, ആൾക്കാർക്ക് നടക്കാനുള്ളതാണ് അതുവഴി. അണ്ണാ എന്റെ പുറത്തെ ഫോട്ടോക്ക് തെണ്ടി എത്ര ധൈര്യം ഉണ്ട്? ആൾക്കാരെന്നെ ചോദിക്കുകയാണ് ഇത് ഏത് ആണെന്ന് വെച്ചാൽ നീ എന്ത് മറുപടി പറയൂടാ? നിനക്ക് പറയാൻ പറ്റുമോ നീയാണെന്ന്? ഇവന്റെ ഫോട്ടോ ഉണ്ടോ മുതുക്കില്? അണ്ണാ ഇവന്റെ ഓജി ഫോട്ടോ, പുറത്തുള്ള ഫോട്ടോ ഇവൻ മുതുക്കൊണ്ട് അടിച്ചു വെച്ചേക്കുക. വാസണ്ണ ഞാൻ കാര്യം പറയട്ടാ, ഞാൻ പറ അണ്ണാ, അവന്മാര് ഫ്ലെക്സിനെ കണ്ടിട്ട് സൂപ്പർ ആണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ അവൻ? നീ വള്ളി എടുത്തെന്ന് പറഞ്ഞില്ലേ? അത് ചോദിച്ചു. അത് ഇവന്റെ ശരിക്കുള്ള ഓജി ഫോട്ടോയും മെസ്സീരെ നിനക്ക് ഫീൽ ആയത് അതുകൊണ്ടാണ് ട്രിഗറായി നീ അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യണം. ഇന്ന് തന്നെ അഡ്മിനോട് പറഞ്ഞിട്ട് അത് മാറ്റാൻ പറയണം. നാളെ ഇത് കണ്ട് ട്രിഗറായിട്ട് അടുത്ത സിറ്റുവേഷൻ ഊമ്പാൻ പറ്റത്തില്ല ഇവിടെ ടി വിക്ക്, മനസ്സിലായോ? നിന്റെ തിരുമോന്നൊക്കെ അത്രയ്ക്ക് ഭയങ്കര കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അത് ആൾക്കാർ കാണാതെ മടക്കി എവിടെയും വെക്കണം. പുറത്താള് അകത്താള് വ്യത്യാസമുണ്ട്. ആൾക്കാർ വരുന്നത് മുമ്പ് കൊണ്ടുവന്ന് കോമാളിയെ പോലെ വെച്ചിട്ട് അത് കണ്ട് ശരിക്കും അവരുടെ അടുത്ത് ചോദിക്കാൻ പോകരുത്, മനസ്സിലായോ? ഓർഡർ ചെയ്ത് കഴിയുന്ന ലാഭം അളിയാ. സ്വിഗ്ഗിയും ഇതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ജീവിതം വെറും ലാഭം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പോയാ വരുന്നു. എടുത്തോ. നെക്സ്റ്റ്. നമുക്ക് ബാക്കി കുത്തി നടക്കത്തുള്ളൂടാ. നമുക്ക് ബ്രേക്ക് ആയിരുന്നു റൈറ്റ് വെച്ച് ബാക്കി കുത്തിയിരുന്നെങ്കിൽ അമ്മ റൊട്ടേഷൻ. ഇനി വേറെ വഴിയില്ല, ഇനി ഇവിടെ തന്നെ പോയെ എനിക്ക് ഡിങ്ക് ഉണ്ടായിരുന്നോ? അവൻ എന്തോ അടി അടിച്ചടാ ഞാൻ. എടാ എനിക്ക് ഡിങ്ക് ഉണ്ടായിരുന്നു, ഞാൻ റീലോഡ് അടിച്ചല്ലോ ഇറങ്ങിയപ്പോ തന്നെ. ആ കോച്ചിനെ അടിച്ചാ അതെനിക്കറിയത്തില്ല. നീലൻ വീണു എനിക്കാണ്.